ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പെസഹാകാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 52 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ 56-ാമത്തെ വാക്യം ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന വളരെ മനോഹരമായൊരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിൽ വസിക്കുന്നു. ഐ ഡ്വെൽ ഇൻ ഹിം ആൻഡ് ഹി ഇൻ മീ. ഡ്വെല്ലിംഗ്, എബൈഡ് എന്നൊക്കെയുള്ള വാക്കുകളാണ് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്നത്. വീട്ടിൽ താമസിക്കുക എന്നതിന് സമാനമായ വാക്ക് ഇവിടെ പറയുന്നതിനാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, താമസിക്കുന്നു എന്നാണ് ഉപയോഗിച്ചിരുന്ന വാക്ക്. നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു, ഈശോ നമുക്കുള്ളിൽ വസിക്കുന്നു. അത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. അതേസമയം നമ്മൾ ഈശോയ്ക്കുള്ളിൽ വസിക്കാൻ ആരംഭിക്കുകയാണ്. രണ്ട് ബോധ്യങ്ങളാണ്. എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ട്, ഈശോ എൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ഒക്കെ വേണം എന്നാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത്, ഞാൻ അവൻ്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ബോധം കൂടി നമുക്ക് വേണം. നമ്മൾ അവൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്, അവിടുന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ രണ്ട് ഒരു ഡബിൾ പ്രസൻസ് എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഇരട്ട സാന്നിധ്യം നമ്മളെ ചിന്തിക്കുകയും ആ ബോധ്യത്തിൽ ജീവിക്കുകയും വേണം എന്ന് ഓർമ്മിക്കുക. ഇതിങ്ങനെ ഒരു വീട്ടിനുള്ളിൽ നമ്മൾ താമസിക്കുന്ന പോലെ, ആ നമുക്കുള്ളിലെ വീട്ടിൽ ഈശോ താമസിക്കുന്ന പോലെ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇത് കുറച്ചും കൂടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട്, ദിവ്യകാരുണ്യം ഈശോയുടെ തിരു ഹൃദയമാണ്. നമ്മൾ പലയാവർത്തി കണ്ടിട്ടുള്ളതാണ്. ആ തിരുഹൃദയത്തിൻ്റെ കഷ്ണമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. വെറും ശരീരമല്ല, തിരുഹൃദയം തന്നെയാണ്. ആ തിരുഹൃദയം നമുക്കുള്ളിൽ വരുന്നു, ആ ഹൃദയം നമുക്കുള്ളിൽ ഇരുന്ന് പിടിക്കുന്നു. അതേസമയം നമ്മൾ തിരുഹൃദയത്തിനുള്ളിൽ ഒരു സ്ഥാനം നേടുകയും ചെയ്യുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനുള്ളിൽ നമ്മളൊരു സ്ഥാനം നേടുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിനുള്ളിൽ വസിക്കുന്നു, ഈശോയുടെ തിരുഹൃദയം നമുക്കുള്ളിൽ വസിക്കുന്നു. അങ്ങനെ നമുക്ക് കാണാം. എന്താണ് ഈ ഹൃദയം? സ്നേഹമാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട്, കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നമുക്കുള്ളിൽ ജ്വലിക്കുന്നു. നമ്മൾ ഈശോയുടെ സ്നേഹവലയത്തിനുള്ളിൽ ആയിരിക്കുന്നു. നമ്മൾ ഈശോയുടെ സ്നേഹവലയത്തിനുള്ളിലായിരിക്കുന്നു എന്ന് ധ്യാനിക്കുക. ഈശോയുടെ സ്നേഹം നമുക്കുള്ളിലുണ്ട് എന്ന് ധ്യാനിക്കുക. ഒരു മത്സ്യം കടലിലായിരിക്കുമ്പോൾ എവിടാണ് കടലെന്ന് ആ കുഞ്ഞു മത്സ്യം അമ്മ മത്സ്യത്തോട് ചോദിക്കുമ്പോൾ അമ്മ മത്സ്യം കുഞ്ഞു മത്സ്യത്തോട് പറയുകയാണ്, നിന്റെ ഉള്ളിൽ കടലുണ്ട്, നീ കടലിനുള്ളിലാണ്. നിന്റെ ഉള്ളിൽ കടലുണ്ട്, നീ കടലിനുള്ളിലാണ് എന്ന് പറയും വേണം. നമ്മൾ ഈശോയുടെ സ്നേഹത്തിനുള്ളിൽ വസിക്കുന്നു, ഈശോയുടെ സ്നേഹം നമുക്കുള്ളിലും വസിക്കുന്നു. ഈ ബോധത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ ദിവ്യകാരുണ്യം അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു, നമ്മളിൽ പൂർത്തീകരിക്കുന്നു, നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വളരെ ഫിലോസഫിക്കലായിട്ടൊക്കെ, ഫിലോസഫി ആണെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരുമെങ്കിൽ പോലും വളരെ അർത്ഥപൂർണമായൊരു ധ്യാന ചിന്തയാണ്. കുർബാന സ്വീകരിച്ച് കഴിയുന്ന നിമിഷം മുതൽ ഈശോയുടെ സ്നേഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്, ഒരു തീനാളം പോലെ. അത് കെടുത്തിക്കളയരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം നമ്മൾ ഈശോയുടെ സ്നേഹത്തിനുള്ളിൽ വസിക്കുകയാണ്. ആ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ആ സ്നേഹം നമ്മളെ പൊതിഞ്ഞ് സ്നേഹിച്ചിങ്ങനെ ആ സ്നേഹത്തിൻ്റെ ആ ഒരു സുഖം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. ഒപ്പം ആ സ്നേഹം നമുക്കുള്ളിൽ നിന്ന് ജ്വലിക്കുന്നുണ്ട്. നമ്മളിനി ആരോട് ഇടപെട്ടാലും ആ ഈശോയുടെ സ്നേഹമായിട്ട് വേണം ഇടപെടാൻ. കാരണം നമ്മൾ ഈശോയുടെ സ്നേഹത്തിനകത്താണ്, നമുക്കുള്ളിൽ ഈശോയുടെ സ്നേഹം ഉണ്ട് താനും. നമ്മൾ ഇടപെടുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ആ സ്നേഹത്തോടുകൂടി ഇടപെടാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഓർമ്മിപ്പിക്കുന്നത്. എവിടെ വെച്ചാണോ നമുക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ഇടപെടലുകളിൽ, അവിടെ ആ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അണച്ചു കളയുകയാണ്, നമ്മൾ ഓഫ് ചെയ്ത് കളയുകയാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുർബാന സ്വീകരിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ്. നമ്മൾ ശ്രദ്ധിച്ചത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷെ നമ്മൾ എവിടെയാണോ ആ സ്നേഹം സ്റ്റോപ്പ് ചെയ്യുന്നത്, ഓഫ് ചെയ്യുന്നത്, അവിടെ തീർന്നു ദിവ്യകാരുണ്യത്തിൻ്റെ പ്രസൻസ്. അവിടെ നമ്മൾ ഈശോയ്ക്കുള്ളിലാണെന്നും ഈശോ നമുക്കുള്ളിലാണെന്നും, അല്ലെങ്കിൽ നമ്മൾ ഈശോയുടെ സ്നേഹത്തിനുള്ളിലാണെന്നും
തിരുഹൃദയ സ്നേഹത്തിനുള്ളിലാണെന്നും നമുക്കുള്ളിൽ ആ തിരുഹൃദയ സ്നേഹം ജ്വലിച്ചു നിൽക്കുന്നുള്ള ആ പ്രസൻസ്, ആ ഡബിൾ പ്രസൻസ് അവിടെ തീരുക. ആ ഡബിൾ പ്രസൻസ് ഫീലിങ്ങിൽ എത്ര നേരം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നു. നമ്മളിങ്ങനെ ഡെയിലി കുർബാനയൊക്കെ സ്വീകരിക്കുന്നിടത്തോളം അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. വീക്ക്ലി ഞായറാഴ്ച മാത്രം കുർബാന സ്വീകരിക്കുന്നവർക്ക് ഒത്തിരി പാടാണ്. ഒരാഴ്ച മൊത്തം കുർബാനയുടെ പ്രസൻസ് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിനെ അവർ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വചനം, ബൈബിളും ജപമാലയും ഒക്കെ. പക്ഷെ ആ ഒരു പ്രസൻസിലായിരിക്കുക എന്നുള്ളതാണ്. ഡെയിലി കുർബാനയെ പങ്കെടുക്കുക, കുർബാന സ്വീകരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ ഈ മ്യൂച്വൽ ഡ്വെല്ലിങ്, ഒരു മ്യൂച്വൽ ഹൗസായി മാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും വീടായി മാറുക, കുടിയിരിക്കാൻ പറ്റിയ വീടായി മാറുക എന്നുള്ള ഈശോ സ്നേഹത്തെയും നമുക്ക് ഈശോയോടുള്ള സ്നേഹത്തെയും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അതിങ്ങനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതിങ്ങനെ നിന്നു പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ ദിവ്യകാരുണ്യം നമ്മളെ ക്ഷണിക്കുന്ന വളരെ മനോഹരമായ ഒരു ഡബിൾ പ്രസൻസ് ഫീലിങ്ങിനെ കുറിച്ചാണ് ഈ വാക്യം 6-ാം അധ്യായത്തിലെ 56-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നീ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നിന്റെ ഉള്ളിൽ ജ്വലിക്കാൻ തുടങ്ങുന്നു, ഒരു തീനാളമായി ജ്വലിക്കാൻ തുടങ്ങുന്നു. നീ ഈശോയുടെ സ്നേഹത്തിനുള്ളിലായിരിക്കുകയും ചെയ്യുന്നു. എപ്പോഴാണോ നിന്റെ വാക്കിലും പ്രവൃത്തിയിലും ആ സ്നേഹം നീ കെടുത്തിക്കളയുന്നത്, അപ്പോൾ നീ ഈശോയുടെ സ്നേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പടിയിറങ്ങുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വലിയ അർത്ഥപൂർണമായൊരു വാക്യമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കാനുള്ള ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ വാസം തുടർന്നു പോകാൻ, ആ ഒത്തുവാസം തുടർന്നു പോകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.